കൊച്ചിയിലും വൈപ്പിനിലും ലത്തീൻ സഭയുടെ വോട്ടുറപ്പാക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇടപെടും. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വൈപ്പിനിൽ ടോണി ചമ്മിണിയുമാണ് മത്സരിക്കുന്നത്. ലത്തീൻ സഭയ്ക്ക് വൻ മേധാവിത്വമുള്ള കൊച്ചിയിൽ പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള നിലപാടാണ് രൂപത സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ വൈപ്പിനിൽ ലത്തീൻ സമുദായ അംഗമായ ടോണി ചമ്മിണിയെ നൽകിക്കൊണ്ട് ഇതിന്റെ പരിഹാരം കാണാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. ഇത് കൊച്ചി രൂപതയെയും ലത്തീൻ സമുദായ നേതാക്കളെയും ബോധ്യപ്പെടുത്താനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം. ഇതിനുവേണ്ടി പ്രതിപക്ഷ നേതാവ് ED സതീശൻ നേരിട്ട് സംസാരിക്കുമെന്നാണ് സൂചന. മുഹമ്മദ് ഷിയാസിന്റെ പ്രചാരണത്തിനിടെ വോട്ട് കുത്തകയുടെ പേരിൽ ആരും വിലപേശേണ്ട എന്ന ED സതീശന്റെ പ്രസ്താവനയും വലിയ തോതിൽ വിവാദമായിരുന്നു. ഡാനി പോൾ ചേരുന്ന ഒരു വിവരങ്ങൾ. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ കൊച്ചി അവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുതൽ വളരെ വലിയ തോതിൽ ചർച്ചയാകുന്നതാണ് ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി വേണം, അല്ലെങ്കിൽ അവിടെ ലത്തീൻ സഭയുടെ വോട്ടിൻ്റെ ഷെയറൊക്കെ സംസാരിക്കും. ഇപ്പോൾ ED സതീശന് തൊട്ടു മുമ്പുള്ള പ്രസ്താവന വിവാദമായിരുന്നു. ഇനി എന്താണെങ്കിലും അവിടെ ഒരു നിർണായകമായുള്ള ഫാക്ടറാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ സഭയെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ UDF എന്നുള്ളതാണ് ചോദ്യം. എൽദോ, ഗുഡ് മോർണിംഗ്. എൽദോ സൂചിപ്പിച്ചതുപോലെ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരിക്കും ലത്തീൻ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. മുൻപെല്ലാം തന്നെ അത് ഉണ്ടായിരുന്നത് എറണാകുളം മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ ഇത്തവണ അത് ഒരു പടി കൂടി കടന്നിരിക്കുന്നു എന്നതാണ്. കാരണം വളരെ പരസ്യമായിട്ട് തന്നെ കൊച്ചി രൂപതയും എറണാകുളത്തേക്ക് വരുമ്പോൾ വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിലായിരുന്നു അത്തരം നീക്കങ്ങളെങ്കിൽ ഇപ്പോൾ കൊച്ചി രൂപത അതിന് ഒരു ചുവട് മുന്നേ ഇത്തവണ ഉണ്ടായിരുന്നു. കൊച്ചി രൂപതയ്ക്ക് കൊച്ചി മേഖലയിൽ കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ മൃഗീയമായ മേധാവിത്വമുണ്ട്. അത് കൊച്ചി രൂപതയും ആലപ്പുഴ രൂപതയും കൂടി ചേർന്നാണ് ആ ഒരു മണ്ഡലമുള്ളത്. അപ്പോൾ വലിയ രീതിയിലേക്ക് ഏതാണ്ട് 130,000 വോട്ട് ഷെയർ അവർക്ക് മാത്രമായി ഉണ്ട് എന്നത് കണക്ക് കൂട്ടുക. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് കൊച്ചി രൂപതയ്ക്ക് ആ പരിധിയിൽ നിന്ന് ആൾ തന്നെ വേണം. അതുമാത്രമല്ല ലത്തീൻ സ്ഥാനാർത്ഥിയാണ്. ഇതെല്ലാം അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് വൈപ്പിനിലും ഇതേ ശബ്ദം തന്നെയാണ് ഈ രൂപത ഉയർത്തിയത്. വരാപ്പുഴ അതിരൂപത ഉയർത്തിയത്. വരാപ്പുഴ അതിരൂപതയുടെ ഭാഗമാണ് ആ വൈപ്പിൻ മേഖല. ഇത്തവണ ലത്തീൻ സമുദായ അംഗങ്ങളെ തന്നെ പരിഗണിക്കണമെന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നപ്പോൾ വലിയ ആശയക്കുഴപ്പമാണ്. ഇത് UDFനോടാണ് സ്വാഭാവികമായും പലപ്പോഴും ഇവരെല്ലാവരും തന്നെ വിലപേശുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത്തവണ മുഹമ്മദ് ഷിയാസിനെയാണ് അവിടെ DCC പ്രസിഡന്റിനെയാണ് മത്സരിപ്പിക്കാനായിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചതും അത്തരം നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ ഷിയാസ് ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് മത്സരിക്കാൻ അവിടേക്ക് എത്തുന്നത്, എറണാകുളത്ത് നിന്ന് അവിടേക്ക് എത്തുന്നതും ഇതെല്ലാം ഈ സമുദായ സമവാക്യങ്ങളുമെല്ലാം വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയായിരുന്നു. ഒപ്പം നിലവിലുള്ള അവിടെ MLA സിറ്റിംഗ് MLA ആയ CPMലെ KJ മാക്സി, ഈ കോംബോ എല്ലാം തന്നെ തികയുന്ന ഒരാളുമാണ്. കൊച്ചി രൂപതാംഗമാണ്, കൊച്ചിയിൽ നിന്നുള്ളതാണ്. ഇതെല്ലാം തികയുന്ന ഒരു ആളുമാണ്. അപ്പോൾ ഇതൊരു മത്സര സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇത് സഭ നിർണായകമായ ഒരു തീരുമാനത്തിന് പിന്മാറുമോ എന്നതെല്ലാം തന്നെ നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം. വൈപ്പിനിൽ ഇത് ആദ്യമായിട്ട് ലത്തീൻ സമുദായാംഗത്തെ പരിഗണിച്ചുകൊണ്ട് അവിടെ മത്സരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. കൊച്ചി മുൻ മേയറായ ടോണി ചമ്മിണിക്ക് അവിടെ സീറ്റ് നൽകിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു വെച്ചുമാറൽ എന്ന രീതിയിലുള്ളൊരു പരീക്ഷണം അവിടെ നടത്തിയിരുന്നു. ഒപ്പം ഈ കൊച്ചിയിൽ ഈ രീതിയിൽ എല്ലായിടത്തും സമുദായ സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റു പലതും കൂടി പാലിക്കേണ്ടതുണ്ട്, മറ്റുള്ളവരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ സഭയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൊച്ചിയിൽ ഈ പരിഗണന നോക്കിയാൽ വൈപ്പിനിലേക്ക് തരാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഈ ഒരു പരിഗണന വൈപ്പിനിൽ നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക ലത്തീൻ സമുദായ നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ കൊച്ചി രൂപതയെ തന്നെയും നേരിട്ടും അത്തരം ചില സംഭാഷണങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ അവർ ഇത്തരം കാര്യങ്ങളുമായിട്ട് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു പക്ഷേ വൈകാതെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാം തന്നെ ഒരു സന്ദർശനം കൊച്ചി രൂപത കേന്ദ്രീകരിച്ച് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ഒരു അഭിമാന പോരാട്ടം എന്ന രീതിയിലാണ്. കൊച്ചി മണ്ഡലം ഏത് രീതിയിലും തിരികെ പിടിക്കുക. കാരണം കൊച്ചിയിൽ വളരെ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരിടമായിരുന്നു കോൺഗ്രസിന്. പിന്നീട് കോൺഗ്രസിൻ്റെ തന്നെ പടലപ്പിണക്കങ്ങളും കാരണങ്ങളും എല്ലാം കൊണ്ട് തന്നെയാണ് ആ മണ്ഡലം നഷ്ടമാവുകയും ചെയ്യുന്നത്. നേരത്തെ ടോണി ചമ്മിണി, ഇപ്പോൾ വൈപ്പിൽ മത്സരിക്കുന്ന ടോണി ചമ്മിണി കൊച്ചിയിൽ മത്സരിച്ച് വലിയ മാർജിനിലാണ് പരാജയപ്പെടുകയും എല്ലാം തന്നെ ചെയ്തത്. അന്ന് കോൺഗ്രസിൻ്റെ ഒരു ഒത്തൊരുമ ആണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുകയും എല്ലാം ഉണ്ടായിരുന്ന നേരത്തെ MLA ആയിരുന്ന ഡൊമിനിക് പ്രസന്റേഷനെ ചുറ്റിപ്പറ്റി എല്ലാം തന്നെ ഈ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉയർന്നിരുന്നു. ഈ ഗ്രൂപ്പ്
നേതൃത്വമാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചത്. തോൽവിയുടെ കാരണം എന്നതെല്ലാം പല കാരണങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ചൊല്ലി ആക്ഷേപങ്ങൾ ഉയരുകയോ എല്ലാം ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇത്തവണ പറഞ്ഞ് തീർത്തിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഇനി സഭയുടെ കൂടി പിന്തുണയാണ് അതിൽ ഉറപ്പുവരുത്തേണ്ടത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും കൊച്ചിയിൽ വളരെ വ്യക്തമായ ഒരു മാർജിനിൽ ജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ഇതിന് സഭയുടെ പിന്തുണ ഉറപ്പാക്കണം. ഏതായാലും എൽദോ, ഇതിൽ കൊച്ചിയും വൈപ്പിനും ഒരുമിച്ച് ജയിച്ചാൽ പോലും ഇത് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ആ രീതിയിലുള്ള ചില നീക്കങ്ങളാണ് നടക്കുന്നത്. കൂടുതൽ മണ്ഡലങ്ങൾ എറണാകുളത്ത് നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. അതിൽ സഭയുമായുള്ള നേരിട്ടുള്ളൊരു സംഭാഷണത്തിന് തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. എന്നാലും വലിയ തോതിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നാണ് UDFന്റെ പ്രതീക്ഷ എന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.